ആലപ്പുഴ കായംകുളത്ത് വാഹനാപകടത്തിനിടെ പരുക്കേറ്റ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തിയാണ് മൊഴിയെടുക്കുന്നത്. പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പോലീസിനെതിരെ യുവതി രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, നാടിനെ ഞെട്ടിച്ച ഒരു പരാതിയാണ്. കാരണം രക്ഷകനായി വന്ന് പിന്നീട് അതിക്രമം കാണിക്കുന്ന ഒരു അവസ്ഥ. ഇക്കാര്യത്തിൽ ഇപ്പോൾ മൊഴിയെടുക്കുകയാണ്. പക്ഷെ ആ മൊഴിയെടുക്കൽ ഉൾപ്പെടെ നടപടികൾക്ക് വൈകി എന്ന ഒരു പരാതി കൂടി ഉണ്ടല്ലോ യുവതിയുടെ ഭാഗത്തു നിന്ന്. തീർച്ചയായും കൃഷ്ണ, ഈ മാസം 3-ാം തീയതിയാണ് കായംകുളം ജംഗ്ഷനിൽ വെച്ച് തീർത്ഥാടനത്തിന് പോയി വരികെ ഈ യുവതി സഞ്ചരിച്ച ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടുന്നത്. തുടർന്നാണ് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാവ് സുനിൽ സബാദ് രക്ഷകനായി എത്തുന്നത്. ഈ രക്ഷിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ഈ 4-ാം തീയതി തന്നെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ വിശദമായ 164 മൊഴി രേഖപ്പെടുത്തുവാനോ ഇരയുടെ ഒരു തരത്തിലും പോലീസ് തയ്യാറല്ല. തുടർന്നാണ് മാധ്യമങ്ങൾ അടുത്തേക്ക് ഈ യുവതി എത്തുകയും വാർത്തകൾ പുറത്തു വരികയും ചെയ്തത്. എന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം ആലപ്പുഴ SP പോലീസിന് ഒരു തരത്തിലുള്ള പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഈ വിവാദങ്ങൾക്ക് ഒടുവിൽ അല്ലെങ്കിൽ വലിയ വാർത്തയാകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. ഇന്ന് രാവിലെ തന്നെ കായംകുളത്തെ DYSP ഓഫീസിലേക്ക് മൊഴി രേഖപ്പെടുത്താൻ എത്തിച്ചേരണമെന്ന് യുവതിയോട് ആവശ്യപ്പെട്ടു. ശാരീരികമായി ബുദ്ധിമുട്ടുള്ളതിനാൽ ഇന്ന് എത്താൻ കഴിയില്ല, നാളെ എത്താൻ കഴിയുമെന്ന് അറിയിച്ചു. തുടർന്ന് വാർത്തകൾ കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഇരകളെയൊക്കെ തന്നെ അടുത്തെത്തിയാണ് അല്ലെങ്കിൽ അവരുടെ പക്കലെത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴി രേഖപ്പെടുത്തൽ നടത്തുക. പക്ഷെ പോലീസ് അങ്ങോട്ട് എത്താൻ ആവശ്യപ്പെട്ടു. അതും വാർത്തയാവുന്ന ഒരു സാഹചര്യം. തുടർന്നാണ് കായംകുളം DYSPയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തുകയും തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് യുവതിയെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇപ്പോൾ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൃഷ്ണ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും. എന്തായാലും ആ മട്ടിലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അതിക്രൂരമാണ്. അതിൽ നടപടി ഉണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.